ഇന്ന് രാവിലെ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോഴാണ് ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിൽ ഒരു മുള്ളംപന്നി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ആറ്റിങ്ങലിൽ നിന്നും കഴിഞ്ഞ ദിവസം മുള്ളൻ പന്നിയെ പിടികൂടി. ആറ്റിങ്ങൽ BRCയുടെ സമീപമുള്ള കാട് കയറിക്കിടന്ന സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നുമാണ് രാവിലെ മുള്ളൻ പന്നിയെ കണ്ടെത്തിയത്. ആൾതാമസമില്ലാത്ത വീടിന് സമീപത്ത് അധ്യാപകരും കുട്ടികളും മുള്ളൻ പന്നിയെ കണ്ടതിനെ തുടർന്ന് നഗരസഭ അധികൃതരെ വിവരമറിയിച്ചു. ഞാൻ ആലങ്കോട് സ്കൂളിൽ LPSലെ HM ആണ്. ഇന്ന് രാവിലെ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോഴാണ് ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിൽ ഒരു മുള്ളംപന്നി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഉടനെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ഫോറസ്റ്റിൽ ഫയർഫോഴ്സിലും ഒക്കെ അറിയിച്ചു. അപ്പോൾ ഫയർഫോഴ്സുകാരാണ് പറഞ്ഞത് ഫോറസ്റ്റിൽ അറിയിക്കണമെന്ന്. ഫോറസ്റ്റിൽ അറിയിച്ചു. പാലോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ അല്പം മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരതിനകത്ത് കയറി പരിശോധിച്ച് മുള്ളംപന്നി അതിനകത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ട് ഒരു JCB എന്തെങ്കിലും വന്ന് ഇത് നീക്കം ചെയ്താലേ അവർക്ക് അതിനകത്ത് കയറി ഇതിന് പിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഉടൻ തന്നെ ചെയർമാനെ അറിയിച്ചു. പ്രദീപ് സാർ അപ്പോൾ തന്നെ സാറും ഇവിടെ വന്നു. JCB ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്കൂളിനോട് ചേർന്നുള്ള ഈ സ്ഥലം വളരെ അപകടസ്ഥിതിയിലാണ് ബിൽഡിംഗ് നിൽക്കുന്നത്. വളരെ പുരാതനമായൊരു കെട്ടിടമാണ്. ഇതിൻ്റെ ഓണർ ആരെന്ന് പോലും ഇവിടെ തിരക്കിയിട്ട് അറിയാൻ പറ്റുന്നില്ല. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളാണ്. അടിയന്തര സ്വഭാവത്തോടു കൂടി അധികാരികൾ ഈ കാര്യം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങും. തുടർന്ന് പാലോട് ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പാലോട് റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തി JCBയുടെ സഹായത്തോടെ ചുവര് പൊളിച്ച് വീടിനുള്ളിലുണ്ടായിരുന്ന മുള്ളൻ പന്നിയെ പിടികൂടുകയാണ് ഉണ്ടായത്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഗോപനാറൽ, പ്രശാന്ത്, BFO ദീപ്തി മോഹൻ, വിനോദ് M, പ്രദീപ്, മനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് മുള്ളൻ പന്നിയെ പിടികൂടിയത്. RRT പാലോട് റാപ്പിഡ് റെസ്പോൺസ് ടീം പാലോടാണ്
ഇന്ന് രാവിലെ ഇവിടുത്തെ സ്കൂളിലെ HM പറഞ്ഞനുസരിച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ മുള്ളൻ പന്നി ഒരു സ്ലാബിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കൗൺസിലർമാരും അവരുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ അതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അത് ഗർഭിണിയാണോ എന്നൊരു സംശയം കൂടെ ഉണ്ട്. അതുകൊണ്ട് കൂട്ടാനുള്ളൊരു അവസരത്തിലാണ് ആളില്ലാത്ത സ്ഥലത്ത് വന്ന് ചെയ്തത്. അതിനെ റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ ഇതിനെ 15 ദിവസം ഒബ്സർവേഷനിൽ വയ്ക്കും. മറ്റ് പരിക്കുകളോ ചികിത്സയോ ഉണ്ടെങ്കിൽ അത് നൽകിയ ശേഷം മാത്രമേ സ്വാഭാവിക വനത്തിൽ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിടുകയുള്ളൂ. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.